വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം. സർക്കാരിന്റെ അറിവോടെയാണോ വിദേശ നിക്ഷേപമെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻകൂർ അനുമതി വാങ്ങാതെ ഓഹരി കൈമാറാൻ അദാനി ഗ്രൂപ്പിന് എങ്ങനെ ധൈര്യമുണ്ടായി? കരാർ ലംഘനത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കണം. ഇടപാട് സംശയകരമെന്നും അസാധാരണമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും പിണറായി ആരോപിച്ചു. നമ്മുടെ കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. അദാനി ഗ്രൂപ്പിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ അറിവോടുകൂടിയുള്ളതാണോ? അദാനി പോർട്ടിന്റെ അധികൃതര് സർക്കാരിനെ ഇത് അറിയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം രഹസ്യമാക്കി വെച്ചത് എന്തിനാണ്? അത് വസ്തുതയാണോ? അപ്പോൾ കേരള താല്പര്യത്തിന് വിരുദ്ധമായൊരു നീക്കമാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ഒരു ബഹുരാഷ്ട്ര കുത്തകക്ക് വിൽക്കുന്നതിന്റെ ആദ്യപടിയായി ഇതിനെ കാണാവുന്നതാണ്. ഓഹരി കൈമാറ്റത്തിൽ അനുമതി തേടിയ അദാനി ഗ്രൂപ്പ് നൽകിയ അപേക്ഷയിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാകും സർക്കാർ നിലപാട് അറിയിക്കുക. കരാർ നടപ്പായാൽ MSC അദാനി ഓഹരി കൈമാറ്റം 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇന്നലെ സഭയിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം പത്രത്തിലൂടെയാണ് വിവരം അറിഞ്ഞത് എന്നുള്ളതാണ്. അത് ബോധ്യപ്പെട്ട രീതിയിലായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇന്നായപ്പോഴേക്കും പക്ഷേ അതിൽ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരികയായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? എന്താണ് ഇനി സർക്കാർ എടുക്കാൻ പോകുന്ന തീരുമാനം? അതാണ് സ്മൃതി, ഇന്നലെ സഭയിൽ കണ്ട പ്രതിപക്ഷത്തിന്റെ ഒരു രീതി അല്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കണ്ടത്. നേരിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും എന്തോ ശരിയല്ലാത്ത കാര്യം അതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. എന്ന് മാത്രമല്ല, അദാനി പോർട്ട് അധികൃതർ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ മുഖ്യമന്ത്രി VD സതീശൻ ചെയ്തതെന്ന ഒരു കാര്യവും ചോദിക്കുന്നു. ഇന്നലത്തിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ നിലപാടിൽ മറ്റൊരു മാറ്റം. ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞത് 25% ഓഹരി മാത്രമേ അദാനിക്ക് മറ്റ് കമ്പനികൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റൂ എന്നതാണ്. പക്ഷേ ഇന്ന് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ വ്യക്തത നൽകിയില്ല. എങ്കിൽ പോലും 74% ഓഹരി ഇപ്പോൾ അദാനിക്ക് മറ്റ് കമ്പനികൾക്ക് വിൽക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ മറുപടി നൽകിയില്ല. പക്ഷേ ധാരണാപത്രത്തിൽ ഇപ്പോൾ അദാനിക്ക് 74% ഓഹരി മറ്റ് കമ്പനികൾക്ക് വിൽക്കാൻ കഴിയും എന്നത് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ. ശരി.